ഇന്ന് വളരെ രസകരമായിട്ടുള്ള ഒരു വാർത്ത കണ്ടു. കോഴിക്കോട് ഒരു അധ്യാപിക ടോയ്ലറ്റിൽ പോകാനായിട്ട് അടുത്തുള്ള ഒരു പെട്രോൾ പമ്പ് പോയപ്പോൾ അവിടുത്തെ ജീവനക്കാർ ഇവർക്ക് അതിന്റെ ടോയ്ലറ്റിന്റെ ചാവി കൊടുക്കാതെ ഇവരെ ബുദ്ധിമുട്ടിച്ചു. ഇവർ നേരെ പോലീസിൽ വിളിച്ചു. അത് കേസായി. ഇപ്പോ നഷ്ടപരിഹാരമായിട്ട് ഇവർക്ക് 1,65,000 രൂപ കൊടുക്കണം എന്നുള്ള കോടതി വിധി വന്നു. മാത്രമല്ല കേസ് നടത്തിയതിന്റെ വകയിൽ ഒരു 10,000 രൂപ എക്സ്ട്രയും കൊടുക്കാനുള്ള വിധി വന്നിട്ടുണ്ട്. നമുക്ക് ആ വാർത്ത ഒന്ന് ശുചിമുറി പൂട്ടിയിടുന്ന പെട്രോൾ പമ്പുകാരെ എങ്ങനെ നേരിടണം എന്ന് പറയുകയാണ് അധ്യാപികയായ ജയകുമാരി. 2024 മെയ് 8 കാസർഗോഡ് നിന്ന് പത്തനംതിട്ടയിലേക്ക് വരും വഴിയാണ് പയ്യോളിയിലെ തെനങ്കാലിൽ എന്ന പമ്പിൽ കയറിയത്. പെട്രോൾ അടിച്ച ശേഷം ശുചിമുറിയുടെ താക്കോൽ ചോദിച്ചപ്പോൾ കൊടുത്തില്ല എന്ന് മാത്രമല്ല, ജീവനക്കാർ പരിഹസിച്ചു, കേസ് കൊടുക്കാൻ വെല്ലുവിളിച്ചു. നമ്മളെ കളിയാക്കുന്ന രീതിയിൽ, പരിഹസിക്കുന്ന രീതിയിലുള്ള സമീപനമായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഒരിക്കലും പോസിറ്റീവായിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു സ്ത്രീയാണെന്നുള്ള ഒരു പരിഗണന തന്നില്ല. ഒട്ടും മടിക്കാതെ 112 വിളിച്ചു. പയ്യോളി പോലീസ് പാഞ്ഞെത്തി. താക്കോൽ കൊടുക്കാതെ വന്നതോടെ ചവിട്ടി തുറന്നു കൊടുത്തില്ല, ചവിട്ടി പൊളിക്കേണ്ടി വന്നു പറഞ്ഞപ്പോൾ അവര് ജീവനക്കാർ ശരിക്കും നിസ്സഹായരായിരുന്നു. അവരുടെ താക്കോലില്ല. അപ്പൊ പോലീസ് ചവിട്ടി പൊളിച്ചപ്പോൾ അത് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ വൃത്തിയായിട്ട് കിടക്കുന്ന ടോയ്ലറ്റ് ആയിരുന്നു. പോലീസിന്റെ കൂടി നിർദ്ദേശപ്രകാരം പത്തനംതിട്ട ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ പരാതി നൽകി. ഒറ്റയ്ക്ക് വാദിച്ച് ജയിച്ചു. 1.5 ലക്ഷം നഷ്ടപരിഹാരവും 15,000 കോടതി ചെലവും വിധിച്ചു. ജയകുമാരി ടീച്ചർ പറയുന്നത് ഇതാണ്: ഇത്തരം അനുഭവം വന്നാൽ വിടരുത്. സാധാരണ നമ്മൾ പ്രതികരിക്കാറില്ല, പക്ഷെ അവര് നമ്മളെ പ്രകോപിപ്പിച്ച് അത് കേസിലേക്ക് എത്തിക്കുമായിരുന്നു ചെയ്തത്. ഇത് പമ്പുകാർക്കുള്ള ഒരു പാഠമാണ്. ഇത് മുഴുവൻ സ്ത്രീജനങ്ങൾക്കും ഉള്ള ഒരു നല്ല ഒരു ഉത്തരവാണ്, നല്ല കോടതിയുടെ ഉത്തരവ്. നിലവിൽ പൂതങ്കര GPM UP സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആണ് CL ജയകുമാരി. മനോരമ ന്യൂസ്, പത്തനംതിട്ട. അപ്പൊ ഇതാണ് സംഭവം. പല പെട്രോൾ പമ്പുകളിലും ഈ സിറ്റുവേഷൻ പല ആൾക്കാർക്കും ഫേസ് ചെയ്തിട്ടുണ്ട്. അവരവരുടെ ടോയ്ലറ്റ് ഒക്കെ അല്ലെങ്കിൽ ലോക്ക് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ടോയ്ലറ്റ് തുറന്നിട്ടുണ്ടാവും, ബാക്കി 2-3 ലോക്ക് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു ടോയ്ലറ്റ് ആണെങ്കിലോ ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും. ഇതിന്റെ സ്റ്റാഫിനോ മറ്റും മാത്രം യൂസ് ചെയ്യാനെന്നുള്ള രീതിയിൽ മറ്റേ ടോയ്ലറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. ഇതിന്റെ ചാവി എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൊടുക്കുകയില്ല. ശരിക്കും ഈ പെട്രോൾ പമ്പ് ആണെങ്കിൽ അല്ലെങ്കിൽ പബ്ലിക് ആയിട്ടുള്ള എല്ലാത്തിലും ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ വേണമെന്നുള്ള ഫെസിലിറ്റി വേണമെന്നുള്ള നിർബന്ധമാണ്. പെട്രോൾ പമ്പ് ആണെങ്കിൽ ടോയ്ലറ്റ് വേണം, കുടിക്കാനുള്ള വെള്ളം വേണം, എയറിങ്ങിനും വണ്ടിക്കുള്ള എയറും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സൗകര്യം വേണം. ഇതൊക്കെ നിർബന്ധമാണ്. ഇത് പൊതുജനങ്ങൾക്ക് കൊടുക്കണം എന്നുള്ളത് അവരുടെ ആ ഒരു ലൈസൻസിന്റെ ഭാഗമായിട്ട് നിർബന്ധമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കുടിക്കാൻ വെള്ളം ഇല്ലെങ്കിലോ അല്ലെങ്കിൽ ടോയ്ലറ്റ് ഇല്ലെങ്കിലോ ഒക്കെ നമുക്ക് കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ പല ആൾക്കാർക്കും, നമ്മളിവിടെയുള്ള പല ആൾക്കാർക്കും ഈ നമുക്ക് എന്തൊക്കെ സർവീസുകൾ ഏതൊക്കെ ആൾക്കാർ തരണം എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ്. ആ വിവരം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആണ് ഈ കാര്യങ്ങളിലൊക്കെ എന്നുണ്ടെങ്കിൽ പല ആൾക്കാരും അല്ലെങ്കിൽ പല സ്ഥാപനങ്ങളും എല്ലാവർക്കും അത് കൊടുക്കാൻ തുടങ്ങും. ഇപ്പൊ ഈ ജീവനക്കാർക്ക് തന്നെ ഇപ്പൊ ഇവര് കേസൊന്നും കൊടുക്കൂല, അല്ലെങ്കിൽ ഇതും കൊടുത്താൽ എന്താവും എന്നുള്ളൊരു വിവരം അവർക്ക് ഉണ്ടാവില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുത്തേനെ. അപ്പൊ അത് കൃത്യമായിട്ട് നമ്മളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുന്ന ഒരു ടീച്ചർ ആയതുകൊണ്ട്, ഒരു അധ്യാപിക ആയതുകൊണ്ട് അവരെന്ത് ചെയ്തു? പോലീസിനെ വിളിച്ചു, കേസ് കൊടുത്തു, നല്ല കൃത്യമായിട്ട് നഷ്ടപരിഹാരം കിട്ടി. പല ഇവിടുത്തെ സ്ഥാപനങ്ങളും ഇത് ഒരു വാർണിംഗ് ആയിട്ട് കണ്ടാൽ മതി. കാരണം ഇവിടെയുള്ള പല ആളുകളും ഇതൊക്കെ അറിഞ്ഞു വന്നാൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഫെസിലിറ്റി കൊടുക്കൽ നിർബന്ധമാവും. ഇപ്പൊ പല ആൾക്കാരും അത് കൊടുക്കാതിരിക്കുന്നത് ഇവർക്ക് ഇതൊന്നും കൊടുത്തില്ലെങ്കിലും വിഷയമല്ല എന്നുള്ളൊരു തോന്നലുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതൊരു വാർണിംഗ് ആയി കണ്ടാൽ മതി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ